കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ വാട്സപ്പ് രാവിലെ ഒരു 5 മണിക്ക് ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത്, രാവിലെ എപ്പോഴും എണീറ്റതാണ്, നോക്കിയപ്പോൾ എൻ്റെ വാട്സപ്പിൻ്റെ അകത്ത് എന്തോ ഒരു ബഗ് കയറിയിട്ട് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ബാക്കപ്പ് കിട്ടുന്നില്ല. എൻ്റെ കഴിഞ്ഞ 5 ദിവസത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളും കാര്യങ്ങളും എല്ലാം പോയി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. വാട്സപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. പക്ഷേ ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആവട്ടെ, ഡ്രൈവ് ആവട്ടെ, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡ്രൈവ് ആവട്ടെ, ഫോൾഡർ ആവട്ടെ, ഇതെല്ലാം ബാക്കപ്പ് എടുത്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വേൾഡ് ബാക്കപ്പ് ഡേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, പല ടെക് ഇൻഡസ്ട്രിയിലും നമ്മൾ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് വേൾഡ് ബാക്കപ്പ് ഡേ. ഈ ബാക്കപ്പ് ഡേ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. കാര്യം റെഡിറ്റിൽ 2011 ഒരു പോസ്റ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കാര്യം എൻ്റെ ഡേറ്റ മൊത്തം കളഞ്ഞു പോയി, അത് ആരെങ്കിലും ബാക്കപ്പ് ചെയ്ത് തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പിന്നീട് വേൾഡ് ബാക്കപ്പ് ഡേ ആഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എൻ്റെ ചാനലിൽ കഴിഞ്ഞ 2021 മുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, വീണ്ടും നമുക്ക് ഒരു സിറ്റുവേഷൻ വന്ന് നമുക്കത് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫയലുകൾ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് പൊതുവേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് ഓരോ ഫോൾഡറായിട്ട് കണ്ടുപിടിച്ച് അതിൻ്റെ അകത്തുനിന്ന് കോപ്പി കൊടുത്ത് അതിനെ ബാക്കപ്പ് എടുത്ത് ഭയങ്കര ചടങ്ങാണ്. ഇതെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ വളരെ സിമ്പിളായിട്ട് നടക്കാൻ പോവാണ്. വണ്ടർഷെയറിൻ്റെ യു ബാക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. ജസ്റ്റ് ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വണ്ടർഷെയറിൻ്റെ യു ബാക്കിറ്റ്. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് 1 മന്ത് ട്രയൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫയലുകൾ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ്, ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ഡിസ്കിലേക്കോ ഒക്കെ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, കമ്പ്യൂട്ടറിനകത്ത് ഓരോ ഡ്രൈവുകളില്ലേ, DEF എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ മൊത്തത്തിൽ ബാക്കപ്പ് എടുക്കാൻ പറ്റും. ഒരു ഡ്രൈവ് മൊത്തത്തിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക് കറപ്റ്റഡ് ആവാതെ തന്നെ എല്ലാ സാധനങ്ങളും ബാക്കപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും ഫാസ്റ്റായിട്ട്. അതിലാണ് ഏറ്റവും പ്രത്യേകത. ഈ നോർമലി നമ്മളെല്ലാം കൂടി കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര സ്ലോ ആണ്. ഇതിനകത്ത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനും പറ്റും, ഫാസ്റ്റായിട്ട് റീസ്റ്റോർ ചെയ്യാനും പറ്റും. എങ്ങനെയുണ്ട്? ഇനി ഏറ്റവും അവസാനത്തത് ഔട്ട്ലുക്ക്, അതായത് നിങ്ങളുടെ ഇമെയിലുകൾ, മീറ്റിംഗ് ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറീസ്, നിങ്ങളുടെ സ്പ്രെഡ്ഷീറ്റുകൾ, ഇതേപോലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളുടെ നാസ് ഡ്രൈവുകൾ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇനി അവർ ആഡ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് 1 മന്ത് ട്രയൽ കൊടുക്കുക. ട്രയൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ വണ്ടർഷെയറിൻ്റെ യു ബാക്കിറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫയലാണോ ബാക്കപ്പ് ചെയ്യാനുള്ളത്, ഡ്രൈവ് ആണോ ബാക്കപ്പ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ആണോ എന്നുള്ളത് കാണിക്കും. ഇപ്പോൾ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പിൽ 2 പാർട്ടീഷനാണുള്ളത്, Dയും Cയും. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏതിലേക്കാണ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് അതിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അത് തൽക്കാലം ചെയ്യുന്നില്ല. ഞാൻ തൽക്കാലം ഒരു ഫയലാണ് ബാക്കപ്പ് ചെയ്യുന്നത്. D എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവിൻ്റെ അകത്തുള്ള ഒരു ഫോൾഡർ ഞാനങ്ങ് ബാക്കപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഡെസ്ക്ടോപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബാക്കപ്പ് ചെയ്യാം. എൻ്റെ ഡെസ്ക്ടോപ്പിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുള്ള ഫയലുകൾ മൊത്തം ബാക്കപ്പ് ചെയ്യാൻ പോകാം. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. കണ്ടോ, എല്ലാം സെലക്റ്റായി വന്നിട്ടുണ്ട്. സെലക്ട് കൊടുത്തു. കാൽക്കുലേറ്റിംഗ്, എത്ര സ്പേസ് വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ്. എൻ്റെ കയ്യിൽ ഒരു 25 GB സ്പേസ് ഉള്ള ഒരു USB ഡ്രൈവ് ഉണ്ട്. അതിലേക്ക് ഞാൻ സെലക്ട് ചെയ്തു. അതിൻ്റെ ബാക്കപ്പ് കൊടുത്തു. ബാക്കപ്പ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ചോദിക്കും. ലോഗിൻ ചെയ്യുക. ജസ്റ്റ് ബാക്കപ്പ് കൊടുക്കുക. കണ്ടോ, ഇവിടെ ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അതായത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ നല്ല ഫയൽ സൈസുള്ള സാധനങ്ങളാണ് ഞാൻ ഡെസ്ക്ടോപ്പിൽ എടുത്തിട്ടുള്ളത്. അതിതാ എൻ്റെ എക്സ്റ്റേണലായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള USB-ലേക്ക് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഒരു സോഫ്റ്റ്വെയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് എന്ത് പാടാണ്. നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ പോയി എല്ലാം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് അതിനൊരു ഫോൾഡറാക്കി, ഫോൾഡറിൽ നിന്ന് ഇതിലേക്കാക്കി, ഇത് ഭയങ്കര ക്ലീനായിട്ട്, ഭയങ്കര മിനിമലായിട്ട്, ഭയങ്കര ഈസി ആയിട്ട് എല്ലാം ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും.
ഇതാണ് നമ്മുടെ വണ്ടർഷെയറിൻ്റെ വ്യൂ ബാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഈസി ആക്കാൻ പറ്റും. നിങ്ങൾ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരു മാസത്തേക്കുള്ള ട്രയൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ട്രയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. 1 month ട്രയൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടെത്തായിരിക്കും. ബൈ.